റഷ്യ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പോളണ്ട്, അതേപോലെ തന്നെ എസ്തോണിക്ക, ഏറ്റവും ഒടുവിൽ അലാസ്കയുടെ ബോർഡറിൽ വരെ റഷ്യ കടന്നു കയറിക്കൊണ്ടിരിക്കുന്നു. റഷ്യയും നാറ്റോയും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ അതൊക്കെ നമുക്കറിയാം. ഈ വിഷയത്തിൽ പലപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധം സംജാതമാവുകയാണെങ്കിൽ ഇന്ത്യയാണ് അതിന്റെ കാരണക്കാരൻ എന്ന്. അപ്പോൾ ഇന്ത്യ അതിന് മറുപടി എന്നോണം ഒരു ചെക്ക് വെച്ചിട്ടുണ്ട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ. എന്താണ് ഇന്ത്യയുടെ ഒരു ഒരു നടപടി, ഇന്ത്യ എടുത്തിരിക്കുന്ന ഒരു നടപടി, ഇന്ത്യ വെച്ചിരിക്കുന്ന ആ ചെക്ക് എന്താണ്? റഷ്യ യുക്രൈൻ യുദ്ധം അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക ഇപ്പൊ ലോകരാജ്യങ്ങൾക്കുണ്ട്. ഒരുപക്ഷെ അത് അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് റഷ്യ വിചാരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നാറ്റോയെ ഒന്ന് ആക്രമിച്ചാൽ മാത്രം യുദ്ധം തീരുകയും അല്ലെങ്കിൽ നാറ്റോയെ അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് വലിച്ചിടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, അതായത് യൂറോപ്യൻ രാജ്യങ്ങളും അനുഭവിക്കണം. അത് റഷ്യക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇനി നാളെ കാലത്തെ ഉപരോധം എന്നുള്ള ഭീഷണി, റഷ്യ സഹായിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ എടുക്കുന്ന നടപടി, ഇതിനെ മറികടക്കണമെങ്കിൽ യുദ്ധത്തിലേക്ക് ഒരു രാജ്യത്തെ വെച്ച് കളിക്കുന്ന കളിപ്പിക്കുന്ന ആൾക്കാരുടെ യുദ്ധത്തിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കണം. ഇപ്പൊ സാമ്പത്തികമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും അമേരിക്കയെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നാളെ കാലത്തെ യുദ്ധക്കെടുതിയും കൂടെ അനുഭവിക്കേണ്ടി വരും. അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് ഏർപ്പെട്ടാൽ കൂടുതൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇത് ലോകക്രമത്തിനകത്തും അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തും എല്ലാ രീതിയിലും ഇപ്പം ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ ഇതിനകത്ത് ഇന്ത്യയാണ് ഒരു പഴിക്കുന്നത് പറഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക ക്രമത്തെ അല്ലെങ്കിൽ മുന്നേറ്റത്തെ തടയിടുന്നതിന് വേണ്ടി ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിനകത്ത് ഇന്ത്യ ഇടപെടുന്നു എന്നുള്ള കാരണം കൊണ്ട് ഇന്ത്യ ദ്രോഹിക്കുകയാണ്. അപ്പൊ റഷ്യ അതിനകത്ത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്നത് പോലെ ഞങ്ങളെ സഹായിക്കുന്ന രാജ്യങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അവരെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും അവസാനം നമ്മുടെ വ്യാപാര കരാറുമായിട്ട് ബന്ധപ്പെട്ട് പോലും പീയൂഷ് ഗോയലും ജയശങ്കറും ഒക്കെ പോയി അവിടെ സംസാരിക്കുന്ന ഒരു അവസ്ഥ വന്നു. അപ്പൊ ഇപ്പൊ ഏറ്റവും അവസാനം ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യ വക്താക്കൾ അത്തരത്തിൽ, എനിക്കൊന്ന് പീയൂഷ് ഗോയലാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് നമ്മുടെ ഊർജ്ജ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി ഇന്ധനം ആവശ്യമാണ്. ഇപ്പൊ തന്നെ ഇന്ധനത്തിന്റെ ഒരു വില റഷ്യ തരുന്ന വിലയ്ക്ക് വേറെ എങ്ങൊന്നും മേടിക്കാൻ സാധിക്കില്ല. റഷ്യ തരുന്നതിനെക്കാട്ടി തന്നെ 10 രൂപ വ്യത്യാസത്തിൽ, ഡോളർ വ്യത്യാസത്തിലാണ് സൗദി അറേബ്യ തരുന്നത്. അതിനെക്കാട്ടിൽ വില വ്യത്യാസമുണ്ട് യു എസിൽ നിന്ന് മേടിക്കുന്നതിനകത്ത്. അപ്പൊ 68 രൂപയ്ക്ക് റഷ്യ തരുന്നെങ്കിൽ 77 സൗദി അറേബ്യ വന്നപ്പം 74 കണ്ട് ഈ പറയുന്ന പോലെ യു എസിന് മേടിക്കുന്നു. അപ്പൊ അത്തരത്തിൽ ഉണ്ട്. എന്നാലും ഞങ്ങൾ ഈ പറയുന്നത് പോലെ ഇത് അംഗീകരിച്ച് മാറി മേടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഉപയോഗിക്കും. പക്ഷെ ഞങ്ങൾ വെനസ്വേലയിൽ നിന്നും ഇറാനിൽ നിന്നും മേടിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ഞങ്ങൾക്ക് ഇന്ധനം അല്ലെങ്കിൽ ഊർജ്ജ പ്രതിസന്ധി മറികടക്കുന്നതിന് ഞങ്ങളുടെ രാജ്യത്തിന് ഉതകുന്ന രീതിയിൽ, അല്ലെങ്കിൽ രാജ്യത്തിന് മേടിക്കുന്ന പൈസയുടെ കാര്യം കൂടെ നോക്കണം, ആ രീതിയിൽ ഈ രണ്ട് രാജ്യങ്ങളാണ് കൊള്ളാവുന്ന രീതിയിൽ. അപ്പൊ വെനസ്വേല എന്ന് പറഞ്ഞാൽ ഉപരോധം ഏർപ്പെടുത്തി, ഇറാൻ എന്ന് പറഞ്ഞാൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന രാജ്യം. അപ്പം ഈ രീതിയിലേക്ക് പോയാൽ വീണ്ടും അമേരിക്കയ്ക്ക് ഇതിനകത്ത് മറുപടി പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. റഷ്യയിൽ ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ടില്ല, കുറെ ബാനുകളും കാര്യങ്ങളും അല്ലെങ്കിൽ കുറെ നിബന്ധനകൾ ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ മറ്റു രണ്ട് രാജ്യങ്ങൾ ഇതിനെക്കാട്ട് ഉപരോധം ഏർപ്പെടുത്തി. വെനസ്വേല എന്ന് പറഞ്ഞാൽ ഈ ഇതുപോലെ ഈ പറയുന്ന നമ്മുടെ എണ്ണപ്പാടമാണ്. അവിടെ ആ രാജ്യത്തിനകത്ത് എണ്ണ വെളിയിലോട്ട് വിൽക്കുന്നതിന് വേണ്ടി ഉപരോധം ഏർപ്പെടുത്തിയിട്ട് ആ രാജ്യത്തോട് മയക്കുമരുന്ന് കാർട്ടൽ അല്ലെങ്കിൽ മയക്കുമരുന്ന് കച്ചവടമാണ് ഈ പറയുന്ന രാജ്യത്തിനുള്ളത് എന്ന് പറഞ്ഞ് ആ രാജ്യത്തിന്റെ ഭരണാധികാരിയെ, അല്ലെങ്കിൽ ഏകാധിപതിയാണ് കാര്യം ശരിയെ, ഭരണാധികാരിയെ കുറ്റപ്പെടുത്തി ആ രാജ്യത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി തയ്യാറായി പലവട്ടം ഇപ്പൊ പല കപ്പലുകളെ ഈ പറയുന്ന അമേരിക്ക ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ കപ്പൽപ്പടയും അല്ലെങ്കിൽ 14,000 സൈന്യമൊക്കെ അവിടെ നേരത്തെ അങ്ങോട്ട് പോയത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ ഇപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിനകത്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ നാറ്റോ രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, നാറ്റോ എടുത്ത് അമേരിക്ക അല്ലെങ്കിൽ ഒരു യുദ്ധ പ്രഖ്യാപനങ്ങൾ തന്നെ നടത്തി. UN നാറ്റോ അല്ലെങ്കിൽ ഈ പോളണ്ടിന്റെ കാര്യം, അർമേനിയയുടെ കാര്യം, അല്ലെങ്കിൽ എസ്തോക്കിയയുടെ കാര്യം, മറ്റു പല രാജ്യങ്ങളിലേക്കും കടന്നു കയറി ഡ്രോൺ ആക്രമണത്തിലും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പോർവിമാനങ്ങളും ഒക്കെ കടന്നു കയറുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഇനി ഞങ്ങൾ ആക്രമിക്കും റഷ്യ എന്ന് പറയും. ഇനി ആക്രമിച്ചോളാൻ അല്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്ക അല്ലെങ്കിൽ ആക്രമിച്ചോളാൻ അമേരിക്കയും കൂട്ടുനിൽക്കുന്ന ഒരു അമേരിക്ക ആയുധങ്ങൾ കൊടുക്കുന്ന ഒരവസ്ഥ, അമേരിക്കയുടെ ഈ പറയുന്നത് പോലെ ആയുധങ്ങളും അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങളും ഒക്കെ റഷ്യയുടെ ചുറ്റുവട്ടം ഒക്കെ പോകുന്ന ഒരവസ്ഥ. തുർക്കിയിൽ ഉൾപ്പെടെയുള്ള വിമാനങ്ങളും അല്ലെങ്കിൽ ഡ്രോണുകളും ഒക്കെ അവിടെ ചെന്ന് കൊണ്ടുപോരുന്നതും അത്തരത്തിൽ വാർത്തകൾ, നാറ്റോ രാജ്യങ്ങളെല്ലാം തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കും. ഈ അവസരത്തിൽ അല്ലെങ്കിൽ ഇതിനു വേണ്ടി അവർ തയ്യാറെടുക്കുന്നതിന് മുമ്പ് തന്നെ റഷ്യ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. പോളണ്ടിൽ ഡ്രോൺ ആക്രമണം അറിയാമല്ലോ. അലാസ്കയിൽ പോലും, അതായത് അമേരിക്കൻ ബോർഡർ, അലാസ്ക അറിയാമല്ലോ, അമേരിക്കയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന റഷ്യക്ക് അടുത്തായിട്ട് കിടക്കുന്ന സ്ഥലമുണ്ട്. റഷ്യ
അമേരിക്കയിൽ കൂടുതൽ സ്ഥലം, ആ സ്ഥലത്ത് പോലും ഈ പറയുന്നത് പോലെ പോർ വിമാനങ്ങൾ പറന്ന് അല്ലെങ്കിൽ അതിർത്തി കടക്കുന്ന ഒരു അവസ്ഥ റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ട്. അതായത് അമേരിക്കയെ വരെ പ്രകോപനം കൊള്ളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എല്ലാ ബോർഡറുകളും, അതായത് അടിക്കാമെങ്കിൽ അടിയടാ, നമുക്ക് നോക്കാം എന്നുള്ള ഒരു ശൈലി, അല്ലെങ്കിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ശൈലി, അടി ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, ഞങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നത് ഒരു ശൈലിയിലേക്ക് റഷ്യ പോവുകയാണ്. റഷ്യയുടെ ഏതറ്റം വരെ, ഇപ്പം റഷ്യക്കകത്ത് യുദ്ധത്തിന് അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന യുദ്ധത്തിന് സാമ്പത്തികമായിട്ട് തയ്യാറെടുപ്പുകളും അല്ലെങ്കിൽ സാമ്പത്തികം ഉണ്ടാകുന്ന, യുദ്ധത്തിന് സാമ്പത്തികം വേണം, ആ സാമ്പത്തികത്തിന് കാരണക്കാരായിരിക്കുന്ന ഒരു പക്ഷേ ചൈന, ഏറ്റവും ആദ്യം ഇന്ത്യ, അത് കഴിഞ്ഞ് ചൈന, ഇവർ രണ്ടും മേടിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ സമ്പത്ത് കൊണ്ടാണ്. അത് പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്. പക്ഷെ ഈ പറയുമ്പോൾ ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളും ഈ പറയുന്ന അമേരിക്ക ഉൾപ്പെടെ അവിടെ സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വലിയ വലിപ്പത്തിൽ മേടിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം. ഈ വലിപ്പത്തിൽ മേടിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ കുറഞ്ഞ വിലയിൽ സാധനം തരും, മനസ്സിലാവുന്നു. അതാണ് അതിന്റെ കാരണം. അപ്പം ഈ രീതിയിലേക്ക് ഇന്ത്യയുടെ ഒരു പണി അമേരിക്കയ്ക്ക് വെച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ഇപ്പൊ ഇതിന് മറുപടി പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ മറുപടി പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഏതായാലും ഞങ്ങളുടെ ഊർജ്ജ പ്രതിസന്ധിയെ മറികടക്കുന്നതിന്, രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന്, ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. കഴിഞ്ഞ ജയശങ്കർ വീണ്ടും ആവർത്തിച്ചുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു. പിന്നെ ഞങ്ങൾ ആലോചിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പറയുന്ന അമേരിക്കയടുത്തും പറഞ്ഞിട്ട്, നിങ്ങൾ അവിടുന്ന് വേണമെങ്കിൽ ഞങ്ങൾ ക്രൂഡ് ഓയിൽ മേടിക്കാം, നേരത്തെ ഉള്ളതിനെക്കാട്ടി ക്രൂഡ് ഓയിലും പ്രകൃതിവാദവും ഒക്കെ മേടിക്കുന്നതിന് കൂടുതൽ തീരുമാനം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ ആലോചിക്കാം. പക്ഷെ ഇവരുടെ കാര്യവും മറ്റു കാര്യങ്ങളും ആലോചിക്കുമ്പോൾ രാജ്യത്തിന് ഉതകുന്ന രീതിയിലേക്ക് പോകണം. അപ്പം ഈ ഏതൊരവസരത്തിലും അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങൾ, ഇപ്പൊ തന്നെ ഈ പല പ്രശ്നങ്ങളുണ്ട്, യുക്രൈൻ യുദ്ധം, അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ ഇസ്രായേലിലെ പ്രതിസന്ധി, ആ പ്രതിസന്ധി എല്ലാം ട്രംപിനെ കുഴയ്ക്കുകയാണ്. അതിന്റെ കൂടെയാണ് ഈ പറയുന്നത് പോലെയുള്ള ഈ ഒരു പ്രശ്നം, അതായത് ഇന്ത്യയുടെ പ്രശ്നം. ഈ പ്രതിസന്ധികൾക്കൊക്കെ അപ്പുറം ഒരുപക്ഷെ തലവേദന ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറുകയാണ്. ഓരോ ദിവസവും ഇന്ത്യക്കെതിരെ കൂടുതൽ സമ്മർദ്ദങ്ങൾ, ഇപ്പൊ പലവട്ടമായിട്ട് നമ്മുടെ താരിഫിന്റെ രൂപത്തിലായി, അതുപോലെ ഔട്ട്സോഴ്സിങ്ങിന്റെ അല്ലെങ്കിൽ രീതിയിലായി, അല്ലെങ്കിൽ ഇറാനിലെ പോർട്ട് ഇതിനകത്ത് ഉപരോധം ഏർപ്പെടുത്തുന്ന, അല്ല ഇറാൻ നമ്മുടെ പോർട്ടിനകത്ത് ഉപരോധം ഏർപ്പെടുത്തുന്ന രീതിയിൽ പല രീതിയിൽ ഇന്ത്യ ബുദ്ധിമുട്ടി. അപ്പൊ ഈ H1N അല്ലെങ്കിൽ വിസയുടെ കാര്യത്തിൽ അറിയാലോ, ആ രീതിയിൽ ഉപദ്രവിക്കും. അപ്പൊ ഏത് പ്രതിസന്ധി വന്നാലും ഇതൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ പറയുന്ന റഷ്യക്ക് ഗുണമാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. റഷ്യയെ തൊട്ടാൽ റഷ്യ കത്തിക്കും എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. റഷ്യ ഒരുപക്ഷെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയില്ല, റഷ്യ തന്നെയാണ് ആദ്യം ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലേക്കും ഒരു യുദ്ധം കൊണ്ടുവരുന്ന രീതിയിലേക്കും ഒക്കെ കാര്യങ്ങൾ. അതുകൊണ്ടാണ് നാറ്റോയുടെ ബോർഡർ, യൂറോപ്യൻ രാജ്യങ്ങൾ ബോർഡർ കടക്കുന്നതിനും അല്ലെങ്കിൽ ഈ നാറ്റോയുടെ ഭീഷണി ഒന്നും വകവയ്ക്കാതെ ഒരുപക്ഷെ അമേരിക്കയുടെ അതിർത്തി കടന്നു പോലും പോർ വിമാനങ്ങൾ പറപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ അലാസ്കയുടെ അവിടെ വരെയൊക്കെ അതിർത്തിയുടെ ഭാഗമായിട്ട് പല രാജ്യങ്ങളും വിമാനങ്ങൾ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ നമ്മുടെ ബോർഡറിൽ വരാറുണ്ട്. പക്ഷെ അതെല്ലാം ഈ പറയുന്ന മറ്റു രാജ്യങ്ങളെ അറിയിച്ചിട്ടാണ് വരാറ്. പക്ഷെ ഇതിനകത്ത് ഒരറിയിപ്പും ഇല്ലാതെ അലാസ്കൻ ബോർഡറിൽ വിമാനം പറക്കുക, അതിർത്തി കടന്ന് വിമാനം പറക്കുന്ന ഒക്കെ രീതിയിലേക്കുള്ള വാർത്തകളാണ് വരുന്നത്. ഏതായാലും റഷ്യ പിന്നോട്ടില്ല. ഒരുപക്ഷെ ഒരു മൂന്നാം ലോകമഹായുദ്ധം റഷ്യയിൽ തൊട്ട റഷ്യ കത്തിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് റഷ്യയുടെ ഇപ്പോഴത്തെ ഒരു പ്രകോപനവും പ്രവർത്തനവും, അല്ലെങ്കിൽ മിണ്ടാതെയുള്ള ഒരു നീക്കവും. ഇന്ത്യ അതിന് വേണ്ട പിന്തുണ കൊടുക്കുന്നു എന്ന് നാറ്റോ പറയാതെ പറയാം. നാറ്റോ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്ത്യ അതിന് പിന്തുണ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരുപക്ഷെ പുടിനുമായിട്ട് യുക്രൈൻ യുദ്ധത്തിന്റെ കാര്യം സംസാരിച്ചു. അതിനുശേഷം ഇന്നലെ അത് തിരുത്തിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ രീതിയിലും ഒരു പ്രശ്നത്തിലേക്കാണ്. ഇന്ത്യ യാതൊരു കാരണവശാലും ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനകത്തു നിന്ന് പുറകോട്ട് മാറുന്ന ഒരു അവസ്ഥയില്ല, ആരുടെ വിരട്ടും അംഗീകരിച്ചു കൊടുക്കുന്ന അവസ്ഥയില്ല. ഇന്നത്തെ റഷ്യയുടെ താല്പര്യം കൂടി സംരക്ഷിക്കുന്നതിന് ഇന്ത്യ വേണ്ടവോളം ശ്രമിക്കുന്നു. അതാണ്. റഷ്യ എന്തായാലും ഒരു മൂന്നാം ലോക മഹായുദ്ധമാണെങ്കിൽ അങ്ങനെ ആ രീതിയിലേക്ക് റഷ്യ പൂർണ്ണ സജ്ജമാണ്. ഇന്ത്യയുടെ എല്ലാ പിന്തുണയും റഷ്യക്കുണ്ട്. അതുതന്നെയാണ് നാറ്റോ രാജ്യങ്ങൾ പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ പറയാതെ പറയുന്നതും. എന്തായാലും ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉടൻ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ, ലോകത്തുള്ള എല്ലാവർക്കുമിടയിൽ ഒരാശങ്ക നിലനിൽക്കുന്നുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം അല്ലെങ്കിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം ലോകം മുഴുവൻ വ്യാപിക്കുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.